വിദ്യാഭ്യാസ മന്ത്രി പട്ടം ഗവൺമെന്റ് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് പാലക്കാട്ടെ ദൃശ്യങ്ങളാണ്. അവിടെ വിനോദിനി ഈ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റപ്പെട്ട വിനോദിനി കുഞ്ഞ് സ്കൂളിലേക്ക് തിരികെ പോകുന്നു. സച്ചിനിലേക്ക് പോവുകയാണ് ഞാൻ. സച്ചിൻ, മുഖ്യമന്ത്രി ബാഗൊക്കെ നൽകി, അങ്ങനെ വേദനകളൊക്കെ മറന്ന് വിനോദിനി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് വരികയാണ്. സേതു, തീർച്ചയായും നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ പല്ലശ്ശന VIMHS സ്കൂളിൽ വെച്ച് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും വിനോദിനി ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ച് മാറ്റപ്പെട്ട വിനോദിനി പുതിയ ഒരു സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്കാണ് പല്ലശ്ശന VIMHS സ്കൂളിലേക്ക് വിനോദിനി എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ്റെ അടക്കം വലിയ രീതിയിലുള്ള സഹായത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വിനോദിനിക്ക് പുതിയൊരു പുതുജീവിതം സമ്മാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ അധ്യാപകർ ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നു. വിനോദിനി, എന്താണ്, സന്തോഷമില്ലേ? സന്തോഷം. സതീശനങ്ങൾ ഇന്നലെ ബുക്കും ബാഗൊക്കെ തന്നു. എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രിയോട് എന്താ പറയാനുള്ളത്? സേതു, മധുരമടക്കം അധ്യാപകർ നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. വിനോദിനിയുടെ അമ്മയടക്കമുണ്ട്. എന്താ, സന്തോഷമായില്ലേ? സന്തോഷമായി. മുഖ്യമന്ത്രിയുടെ വലിയൊരു സഹായം ലഭിച്ചിരുന്നു. അതെ അതെ, മുഖ്യമന്ത്രി നമുക്ക് പറഞ്ഞ സമയത്ത് എന്താണ് പറഞ്ഞത്, ഇന്നലെ തന്നെ കൊണ്ട് തന്നാലും സാറ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ മറന്നില്ലല്ലോ, അതാണ് ഭയങ്കര സന്തോഷം. സ്കൂളിലെ പ്രധാന അധ്യാപിക അടക്കം ചേരുന്നുണ്ട്. ഒരു പുതിയ വിദ്യാർത്ഥിയെ കിട്ടിയിരിക്കുകയാണ്. വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടി തന്നെയായിരിക്കും. ഞങ്ങളുടെ എല്ലാവിധ സ്നേഹവാത്സല്യങ്ങളും വിനോദിനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതൊരു ചെറിയ സമ്മാനം മാത്രമാണ്. ഞങ്ങളുടെ മുതൽക്കൂട്ടാണ് വിനോദിനി. ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്. ഞങ്ങളെല്ലാ തരത്തിലും ഞങ്ങളുടെ സ്വന്തം കുട്ടിയെ പോലെ സ്വന്തം കുട്ടി തന്നെയാണ് ഞങ്ങളുടെ വിനോദിനി. ഉയരങ്ങളിലേക്ക് അവള് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അവളുടെ അമ്മയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടി തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ സ്റ്റുഡൻ്റാണ് പ്രസീത. ഞങ്ങളുടെ പ്രസീതയുടെ മകള് ഏറ്റവും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. വലിയൊരു ദുഃഖങ്ങൾ എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ്.